പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് മുളക് കൃഷി ചെയ്യുമ്പോൾ മിനിമം നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് കയ്യിൽ കരുതേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീടുകളിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കരുതണം, കൊമേഴ്ഷ്യൽ ആയിട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം. ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള സാധനങ്ങളാണ്. മറ്റു സാധനങ്ങളും ഒക്കെ മാർക്കറ്റിലുണ്ട്. നമ്മൾ ചെയ്ത് നമുക്ക് മറ്റുള്ളവരോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റത് ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്താൽ തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ചെയ്താൽ ശരിയാകുമായിരിക്കാം. പക്ഷെ നമ്മളുടെ നോളജ് ഇതിനെപ്പറ്റിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെയാണ് പറയുന്നത്. മുളക് കൃഷിയിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായിട്ട് മണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിന്റെ ആരോഗ്യത്തിന് നിങ്ങൾ ഏത് തരം വളം ഉപയോഗിച്ചാലും അതിനൊപ്പം തന്നെ നമ്മൾ ട്രൈക്കോഡർമ ചേർത്തിരിക്കണം. ഇത് ട്രൈക്കോഡർമയാണ്. മണ്ണിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുളകിന് ഉണ്ടാകുന്നത് വിൽറ്റ് വാട്ട രോഗമാണ്. എല്ലാത്തരം മുളകുകൾക്കും അത് വരാറുണ്ട്. നമുക്ക് മുളകിനങ്ങനെ വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന മുളക് ഇനങ്ങളൊന്നും മാർക്കറ്റിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ട് സക്സസ് ആയിട്ടില്ല. അതുകൊണ്ട് വാട്ടരോഗം വരാൻ സാധ്യത കൂടുതലുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് ട്രൈക്കോഡർമ എന്ന് പറയുന്ന സാധനം മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു 60-70% വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ചേർത്തില്ലെങ്കിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും പോകണമെന്നില്ല, രക്ഷപ്പെടാം. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് യാതൊരു കാരണവശാലും നമ്മൾ ഒരു കെമിക്കൽ ഉപയോഗിച്ചാലും നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുന്ന കെമിക്കൽ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനും അതുപോലെ ഹാനികരമായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷിതമായ കൃഷി രീതിയെ പറ്റിയാണ് നമ്മളെപ്പോഴും പറയുന്നത്. നമ്മൾ ആൾക്കാരിലേക്ക് കൊടുക്കുന്ന മെസ്സേജും അത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കലിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നതിന് പകരം തീർച്ചയായിട്ടും അത് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ ആദ്യം ചെയ്യുക. അതിനായിട്ട് ഏറ്റവും നല്ല സാധനം ട്രൈക്കോഡർമയാണ്. ട്രൈക്കോഡർമ നമ്മൾ മണ്ണിൽ ചേർത്ത് സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ പലതരത്തിലുള്ള വളങ്ങൾ കൊടുക്കാം. ഈ വളങ്ങളെല്ലാം തന്നെ ചെടിക്ക് വലിക്കാൻ പറ്റണം എന്നില്ല. കാരണം ഒരു ടൈം കഴിഞ്ഞാൽ ആ വളങ്ങൾ ചെടിക്ക് വലിക്കാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് വാമാണ്. ഈ വാം നമ്മൾ എല്ലാ കർഷകരും കൃത്യമാണ്, നമ്മൾ നമ്മുടെ വീട്ടിലെ കൃഷി ആയിക്കോട്ടെ വലിയ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതായിക്കോട്ടെ, വാം വളരെ മസ്റ്റായിട്ട് കൊടുക്കണം. അത് നിങ്ങൾ ജൈവവളം ഉപയോഗിക്കുന്ന കർഷകരാണെങ്കിലും കൊള്ളാം, രാസവളം ഉപയോഗിക്കുന്ന കർഷകരാണെങ്കിലും വാം കൃത്യമായിട്ട് കൊടുക്കണം. കാരണം നമ്മുടെ പൈസയാണ് നമ്മൾ അതിന്റെ വളമായിട്ട് കൊടുക്കുന്നത്. നമ്മളൊരു 100 രൂപ ഒരു ചെടിക്ക് കൊടുക്കുകയാണ്. ആ ചെടി അതിനകത്ത് നിന്ന് 10 രൂപയെ എടുക്കുന്നുള്ളൂ എങ്കിൽ ബാക്കി 90 രൂപ നമുക്ക് നഷ്ടമാണ്. ആ 90 രൂപയുടെ നഷ്ടം നികത്താനായിട്ട് പറ്റുന്ന സാധനമാണിത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ 90 രൂപ കൂടെ ആ ചെടി എടുക്കും. അപ്പൊ നമ്മൾ ചില 100 രൂപ മുടക്കുമ്പോൾ ആ 100 രൂപയുടെ റിസൾട്ട് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ വാം എന്ന് പറയുന്ന സാധനം പൊതുവെ കർഷകർ ഉപയോഗിക്കാത്തതാണ്. പക്ഷെ അത് ഉപയോഗിച്ചാൽ അതിൻ്റെതായ കൃത്യമായ റിസൾട്ട് കിട്ടും. 2 കാര്യങ്ങൾ കൊണ്ടാണ് ഈ കുരുടിപ്പ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന്, ഈ പ്രാണികളുടെ ശല്യം കൊണ്ടാണ്, കീടത്തിന്റെ ആക്രമണം, നീരൂറ്റി കുടിക്കുന്ന കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ്. അത് നമുക്ക് അറിയാൻ പറ്റും. ചെടിയുടെ ഇല താഴേക്കായിരിക്കും വളയുന്നത്. അത് പ്രത്യേക ഒരു രൂപത്തിലേക്ക് വന്നിട്ടാണ് ആ പ്രശ്നം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതല്ലാതെ ശരിക്കും ഇലയുടെ ഷേപ്പ് നഷ്ടപ്പെട്ടിട്ട് അത് കുരുടിക്കാറുണ്ട്. കാൽസ്യത്തിന്റെ കുറവ് കൊണ്ട് പ്രധാനമായിട്ടും ഇല കുരുടിക്കാറുണ്ട്. ബോറോണിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ഇലയുടെ ഷേപ്പ് മാറാറുണ്ട്. മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസിയാണ് വരുന്നതെങ്കിൽ ഇലയിൽ ചെറുതായിട്ട് നമുക്ക് മഞ്ഞ സ്പോട്ടുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ ഇല ശരിക്കും ചെടി അതിന്റെ ഇലയിൽ നമുക്ക് അതിന്റെ ആ ഒരു ഡെഫിഷ്യൻസികൾ കാണിച്ചു തരാറുണ്ട്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അയണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യരിൽ സംഭവിക്കുന്നത് പോലെ തന്നെ ഒരു വിളർച്ച ആ അഗ്രത്തുള്ള ചെടിയിൽ കാണാൻ പറ്റും. ഒരു മഞ്ഞ കളറിൽ, പെയിൽ യെല്ലോയിൽ, ഒരു വൈറ്റിഷ് കളറിലൊക്കെ വരും. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മൈക്രോ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി ആണ് ഇതെന്ന് നമ്മൾ കോമൺലി മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് മൈക്രോ ന്യൂട്രിയന്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്ന രീതിയിൽ കോമൺ ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് മൈക്രോ ന്യൂട്രിയന്റ് ഉണ്ട്. നമ്മൾ ഗ്രോ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കെമിക്കലായിട്ടുള്ള മൈക്രോ ന്യൂട്രിയന്റുകൾ വാങ്ങാൻ കിട്ടും. അത് മേടിച്ച് നമ്മൾ, കാരണം മൈക്രോ ന്യൂട്രിയന്റ് മുളക് കൃഷിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. 15 ദിവസത്തെ ഇടവേളയിൽ നമ്മൾ മൈക്രോ ന്യൂട്രിയന്റ് സ്പ്രേ കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കായുടെ വലുപ്പത്തിലും കായുടെ പ്രൊഡക്ഷനിലും ഒക്കെ അത് സാരമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് കുരുടിപ്പ് എന്ന് പറയുന്നത് വരുന്നത്. പിന്നെ ഉള്ളത് വൈറസ് എന്ന് പറയുന്ന രോഗമാണ്. വൈറസിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. മൂന്നാമത്തത് വിൽറ്റാണ്, വാട്ടരോഗം. ഈ വാട്ടരോഗത്തെയും പ്രതിരോധിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഈ 3 കാര്യങ്ങളാണ്
മുളക് കൃഷിയിൽ പ്രധാനമായിട്ടുള്ളത്. ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മുളക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്, ഈ മുളകിന് ധാരാളം നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ വരാറുണ്ട്. അതുകൊണ്ടാണ് കുരുടിപ്പ് എന്ന് പറയുന്ന സാധനം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന ജീവികൾ വരുന്നതാണ്. അതിനെ തടഞ്ഞു നിർത്താനായിട്ട് ഏറ്റവും നല്ല ഒരു നീം പെസ്റ്റിസൈഡ് ആണ്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന നീം അല്ല ഇത്. അതെന്ന് പറയുന്നത് നീം റിപ്പല്ലന്റ് ആണ്. ഒരു സാധനത്തിനെ തടഞ്ഞു നിർത്തുന്നതാണ് സാധാരണ നീം പ്രോഡക്റ്റുകൾ. ഇതൊരു നീം പെസ്റ്റിസൈഡ് ആണ്. ഇത് വളരെ പവർ കൂടിയത് കൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നീരൂറ്റി കുടിക്കുന്ന ജീവികൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈവൻ പുഴുവിന്റെ മുട്ടയെ പോലും അത് തകർത്ത് കളയും. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും ഇത് അങ്ങനെയാണ്, കെമിക്കൽ ആയിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. കാരണം ഇന്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. അതുകൂടാതെ തന്നെ വരുന്നത് ഓർഗോമൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കാണുക, ഇതിനകത്ത് റൈറ്റ് മൈറ്റ്സിനെ കാണിച്ചിട്ടുണ്ട്. മൈറ്റ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഫുൾ ആയിട്ടുള്ളൊരു കൺട്രോൾ അതിന് കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മുളകിന് യാതൊരുവിധ കുരുടിപ്പും വരാതിരിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അടുത്ത ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വെള്ളീച്ചയാണ്. ഇത് മുളക് കൃഷി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സർവ്വസാധാരണമായിട്ട് എല്ലാവരുടെയും പ്രശ്നമാണ് വെള്ളീച്ച എന്ന് പറയുന്നത്. അപ്പൊ ആ വെള്ളീച്ചയെ നമുക്ക് തടയാനായിട്ട് ഏറ്റവും നല്ലത് വൈറസോൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ട് നമുക്കിപ്പോ മുളകല്ല തെങ്ങിൽ വരുന്ന വെള്ളീച്ചയുടെ ശല്യമാണെങ്കിൽ പോലും നമുക്ക് തടയാനായിട്ട് ഈ വൈറസോൾ നല്ല ഒരു ഉപാധിയാണ്. അപ്പോൾ ഈ വൈറസോൾ എന്ന് ഇതിന് പേര് വരാനുള്ള കാരണം വെച്ചാൽ വൈറസ് എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ചെടി നമുക്ക് പിഴുതു കളയലല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഈ വൈറസിനെ ഒരു ചെടിയിൽ നിന്നും വൈറസിനെ മറ്റു ചെടികളിലേക്ക് വ്യാപിപ്പിക്കുന്നത് നമ്മളുടെ ഈ വെള്ളീച്ച അല്ലെങ്കിൽ നീരൂറ്റി കുടിക്കുന്ന ഈ സാധനങ്ങളാണ്. അപ്പൊ അതിനെ ആ വൈറസ് വെക്ടർ എന്ന് പറയുന്ന ഈ സാധനത്തിനെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് വൈറസോൾ എന്ന് പേര് പറയുന്നത്. അപ്പൊ ഈ വൈറസ് രോഗം പരത്താതിരിക്കാനായിട്ട് നമുക്ക് വൈറസോൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. വൈറസ് പരത്തുന്ന പ്രധാനപ്പെട്ട ഒരു ജീവി എന്ന് പറയുന്നത് വെള്ളീച്ചയാണ്. അപ്പൊ വെള്ളീച്ചയെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. പിന്നെ വരുന്നതാണ് ഫംഗോ ഹിറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് വരുന്ന ഈ അഴുകൽ രോഗങ്ങളെ തടഞ്ഞു നിർത്താനായിട്ട് കെമിക്കൽ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. സാധാരണ ആൾക്കാർ കോപ്പറോക്സി ക്ലോറൈഡ് ഉപയോഗിക്കാറുണ്ട്, കോണ്ടാഫ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫംഗോ ഹിറ്റ്. പറഞ്ഞ പോലെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ വളരെ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിന് പകരം നമുക്കിവിടെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ് ഈ ഫംഗോ ഹിറ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പരിക്കുകൾ പറ്റാത്ത ഒരു 80% കൃഷിയെ നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിച്ച് 100% നമുക്ക് കൃഷിയെ വിജയിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും തീർച്ചയായിട്ടും ഇല്ല എന്നുള്ളത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വളക്കമ്പനിക്കാരന്റെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. അതിപ്പോ രാസവളം ആയിക്കോട്ടെ, ജൈവവളം ആയിക്കോട്ടെ, രാസകീടനാശിനി ആയിക്കോട്ടെ, ജൈവ കീടനാശിനി ആയിക്കോട്ടെ, ഓരോ സ്ഥലത്തെ മണ്ണിനും പ്രകൃതിക്കും അനുസരിച്ച് ഇതൊക്കെ ഉപയോഗിക്കാൻ അറിയാവുന്ന കർഷകർക്കാണ് ഇതിന്റെയൊക്കെ റിസൾട്ട് എടുക്കാൻ പറ്റുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. തീർച്ചയായിട്ടും ഇതിനെ പറ്റിയൊക്കെ നന്നായിട്ട് നമ്മൾ അറിഞ്ഞു ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കൊണ്ട് മറ്റുള്ള ഒരുത്തിന് ദോഷമുണ്ടാകരുത്, അതുപോലെ തന്നെ പ്രകൃതിക്കും ദോഷമുണ്ടാകരുത്. ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. നമ്മൾ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കൃഷി ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന മുളകുകൾ മാക്സിമം ഒഴിവാക്കണം എന്ന് പറയുന്നത് വെച്ചാല്, സാധാരണ റോഗർ എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് ഉണ്ട്. അത് നമുക്ക് വളരെ ഹാർംഫുൾ ആയിട്ട് വരുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ് റോഗർ. അതുപോലെ തന്നെ വരുന്നതാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമുണ്ട്, ഫ്യൂരിഡാൻ എന്ന് പറയും. നമ്മുടെ കേരളത്തിൽ അത് ബാൻ ചെയ്തതാണ്. പക്ഷെ പുറത്ത് വളരെ വാണിജ്യപരമായിട്ട് ഞാൻ കഴിഞ്ഞ ഒരു ടൈമില് തമിഴ്നാട്ടിൽ പോയപ്പോൾ കണ്ടത് അവിടെയൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് വളരെ വളരെ ഡെൻസിറ്റി കൂടിയ തരത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റിയുള്ള ധാരണകളോ പഠനങ്ങളോ ഒന്നുമില്ല. അവരവരുടെ ചെടിയെ സംരക്ഷിക്കാനുള്ള രീതിയിലാണ് അത് സ്പ്രേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതുപോലത്തെ സാധനങ്ങൾ നമ്മൾ ഇവിടെ വന്ന് തീർച്ചയായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക്
നമ്മളുടെ ശരീരത്തിനെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നിങ്ങൾക്കും ഒക്കെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ വളരെ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള കെമിക്കൽ സ്പ്രേയിങ്ങിലൂടെയാണ് നമുക്ക് വരുന്ന മുളകുകളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ചുവട് മുളകെങ്കിലും വെക്കുക, അതിനെ നന്നായിട്ട് പരിപാലിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള മുളകുകൾ ഉൽപ്പാദിപ്പിക്കുക. വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതി മറ്റുള്ളവർക്ക് നമ്മൾ വിസിബിൾ ആയിരിക്കണം. നമ്മൾ യാതൊരു കാരണവശാലും അതിനകത്ത് കള്ളത്തരം കാണിക്കാൻ പാടില്ല. അപ്പൊ നല്ല രീതിയിൽ ഉത്പാദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല വില തന്ന് മേടിക്കാനായിട്ട് ഇന്ന് ആൾക്കാർ തയ്യാറാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ആൾക്കാർ ഇന്ന് സർവൈവ് ചെയ്യുന്നത്. നമ്മളുടെ ഇവിടെ ഹോൾസെയിലായിട്ട് നമ്മൾ മുളക് കൊടുക്കുന്നത് 80 രൂപയ്ക്കാണ്. നമ്മുടെ മുളകിനകത്ത് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഇതിനകത്ത് യാതൊരു വിഷവും ഇല്ല എന്നുള്ളത്. അത് ആർക്ക് വേണമെങ്കിലും ഏത് ലാബിൽ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.